ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി 9 മണി വാർത്ത തുടങ്ങുകയാണ്. വാർത്ത തുടങ്ങും മുൻപ് ഒരു ചെറിയ കാര്യം പറയട്ടെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളൊക്കെ എപ്പോഴും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റും നടക്കുന്ന മോശം കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മോശം വാർത്തകളെക്കുറിച്ച് എപ്പോഴും ഇതൊക്കെ ഇങ്ങനെ നെഗറ്റീവ് വാർത്തകൾ കേൾക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇതിനിടയിൽ നമ്മൾ എങ്ങനെയാണ് സന്തോഷമായിട്ടിരിക്കുക? സന്തോഷം നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതേക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കാൻ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. അത് ലോക സന്തോഷ ദിനമാണ്. മാർച്ച് 20. കരുതലും പങ്കിടലുമാണ് ഈ വർഷത്തെ സന്തോഷ ദിനത്തിന്റെ പ്രമേയം. ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് സന്തോഷവാന്മാരായിരിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നടത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. മാർച്ച് 20 2013 മുതലാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് ആയി ആചരിച്ചു തുടങ്ങിയത്. ലോകമെമ്പാടുമുള്ള ഐക്യരാഷ്ട്രസഭയുടെ 193 അംഗരാജ്യങ്ങളിൽ സന്തോഷ ദിനം ആചരിച്ചു വരുന്നു. അപ്പോൾ ഇന്ന് വേൾഡ് ഹാപ്പിനെസ് ഡേ. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസം, സന്തോഷമുള്ള വരും ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് നമുക്ക് പ്രധാന തലക്കെട്ടുകളിലേക്ക് പോകാം. ഭൂമിയിലെ ജീവിതത്തിലേക്ക് തിരികെ സുനിത വില്യംസും ബുച്ച് വിൽമോറും. പരിശീലനം ഹൂസ്റ്റണിലെ നാസയുടെ ജോൺസൺ സെന്ററിൽ. പ്രധാനം ഗുരുത്വാകർഷണ ബലത്തോടുള്ള പൊരുത്തപ്പെടൽ. രണ്ടുപേരും മെഡിക്കൽ നിരീക്ഷണത്തിൽ. വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ആശ്വാസം വരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ തുടർ ശ്രമങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്ളാഡിമിർ സെലൻസ്കിയുമായി ഫോണിൽ സംസാരിച്ചു. ടെലിഫോൺ ചർച്ച പുടിനുമായി ധാരണയായതിനു പിന്നാലെ ഗാസയിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന ഹമാസ്. ഇസ്രയേലി ആക്രമണത്തിൽ മരണം 500 കടന്നു. നാഗ്പൂർ സംഘർഷങ്ങളിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് പ്രാദേശിക നേതാവായ ഫഹിം ഖാൻ. അക്രമികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ദേവേന്ദ്ര ഫഡ്നവിസ്. 33 പോലീസുകാർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി. ഒരു വർഷത്തിനു ശേഷം ശംഭു അതിർത്തിയിലെ കർഷക സമരക്കാരെ ഒഴിപ്പിച്ച് പഞ്ചാബ് സർക്കാർ. 3 നേതാക്കൾ കസ്റ്റഡിയിൽ. ഹരിയാന പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകളും നീക്കി. തിരുവനന്തപുരത്തിന്റെ തീരമേഖലയിൽ പ്രതിഷേധമാളുന്നു. 5 തെങ്ങ് മുതൽ പെരുമാതുറ വരെ റോഡ് ഉപരോധിച്ച മത്സ്യത്തൊഴിലാളികൾ. മുതലപ്പൊഴി അഴിമുഖത്തെ മണൽ തിട്ട നീക്കണമെന്ന ആവശ്യം. പ്രതിഷേധം മുതലപ്പൊഴി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ സമരം 3ാം ഘട്ടത്തിലേക്ക്. 11 മണി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് വീണ ജോർജ് ഡൽഹിയിൽ. അംഗനവാടി ജീവനക്കാരുടെ സമരം നിയമസഭയിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷം. ഷാബാസ് ഷെരീഫ് കൊലപാതക കേസിൽ വിധി ഇന്ന്. മൃതദേഹമോ അവശിഷ്ടങ്ങളോ കിട്ടാത്ത കൊലപാതക കേസിൽ നിർണായകം ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ. നിലമ്പൂരിലെ ഷൈബിൻ അഷ്റഫ് മുഖ്യപ്രതി. പാതിവില തട്ടിപ്പ് കേസിൽ ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണനയ്ക്ക്. ആരോഗ്യ പ്രശ്നമുണ്ടെന്ന അഭിഭാഷകൻ അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയിൽ. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ ബിഗ് ബജറ്റ് ചിത്രം എംപുരാന്റെ ട്രെയിലർ ചോർന്നു. പിന്നാലെ ഔദ്യോഗികമായി പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ ലൈക്ക പ്രൊഡക്ഷൻസിന്റെയും സുഭാസ്കറിന്റെയും പേര് ട്രെയിലറിൽ നിന്ന് ഒഴിവാക്കിയില്ല. ഭൂമിയോട് പൊരുത്തപ്പെടാൻ സുനിതയും വിൽമോറും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങിയെത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവുമായി പൊരുത്തപ്പെടാനുള്ള തീവ്ര പരിശീലനത്തിലാണിപ്പോൾ. വരുന്ന 45 ദിവസം ഹൂസ്റ്റണിലെ നാസയുടെ ജോൺസൺസ് കേന്ദ്രത്തിൽ ഇരുവരും പരിശീലനത്തിലായിരിക്കും. 286 ദിവസത്തെ ബഹിരാകാശവാസമേൽപ്പിച്ച ആരോഗ്യ മാറ്റങ്ങളെക്കുറിച്ചുള്ള പരിശോധനയും തുടരുകയാണ്. ഇതിനിടെ സുനിത ഉടൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് സഹോദരന്റെ ഭാര്യ ഫാൽഗുനി പാണ്ഡ്യ പറഞ്ഞു. TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, ബഹിരാകാശത്ത് നടത്തിയ പരീക്ഷണങ്ങൾ മാത്രമല്ല, ഇത്രയേറെ ദീർഘകാലം നീണ്ടുനിന്ന ബഹിരാകാശവാസം
മനുഷ്യൻ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും വലിയൊരു പഠന വിഷയമാണ്. അതെല്ലാം നേരിട്ട് പഠിക്കാനുള്ള ഒരു അവസരം സയൻസിന് മുന്നിൽ എത്തുകയുമാണല്ലോ. എങ്ങനെയൊക്കെയാണ് ഇവരുടെ ഈ പരിശീലനം, ഇപ്പോഴത്തെ പരിശീലനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? ശ്രീജ, സ്വാഭാവികമായും അതായത് നാസ അവർ സ്ഥിരമായ ആളുകൾ ISSലേക്ക് പോയി വരുന്നതാണെങ്കിലും ഈ സുനിത വില്യംസിൻ്റെയും സംഘത്തിൻ്റെയും മടങ്ങിവരവിന് ഏറെ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ മടങ്ങി വന്നതിന് ശേഷമുള്ള അവരുടെ സാഹചര്യം എന്ത്, ആരോഗ്യസ്ഥിതി എന്ത് എന്ന് അന്വേഷിച്ചുകൊണ്ട് ലോകമെമ്പാടും വലിയ ആകാംക്ഷ ഉയർത്തുന്ന കാര്യമാണ്. എന്തായാലും നാസയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇങ്ങനെയാണ്. അവർ 45 ദിവസം പൂർണ്ണ നിരീക്ഷണത്തിൽ തന്നെയാണ് ഇപ്പോഴും ഹൂസ്റ്റണിലാണുള്ളത്. അവിടെ ആരോഗ്യ കാര്യങ്ങൾ, ഒപ്പം തന്നെ അവർക്ക് സീറോ ഗ്രാവിറ്റിയിൽ നിന്നും ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയ ശേഷമുള്ള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള പരിശീലനങ്ങളും നടന്നു വരുന്നു എന്നതാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. എന്തായാലും 45 ദിവസം തന്നെ ഇതേ രീതിയിൽ തന്നെ പോകും. കുടുംബാംഗങ്ങളെയൊക്കെ കാണുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ഒപ്പം ആരോഗ്യാവസ്ഥ സംബന്ധിച്ച സൂക്ഷ്മമായ വിശകലനം നടക്കുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യാവസ്ഥയിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു. സ്വാഭാവികമായും അത്തരം പരിശോധനകൾ നടക്കുന്നുണ്ട്. അസ്ഥി ബലക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒപ്പം തന്നെ ശരീരഭാരം കുറയുന്നു. ഇത്തരം ആരോഗ്യ അവസ്ഥകളുമായി പൊരുത്തപ്പെടുക, അത് സംബന്ധിച്ച് നിരന്തരമായ പരിശോധനകൾ നടക്കുന്നു എന്നതാണ് സാഹചര്യം. 45 ദിവസം എന്തായാലും ഇതേ അവസ്ഥയിൽ തന്നെ തുടരുമെന്നാണ് നാസ വ്യക്തമാക്കുന്നത്. അതാണിപ്പോൾ നടന്നു വരുന്ന സാഹചര്യം. എന്തായാലും ഈ ISSലേക്ക് എത്തിയ പുതിയ സംഘം അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നൊരു അപ്ഡേറ്റ് കൂടി നാസ നൽകുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്ത്യയിൽ സ്വാഭാവികമായും അവർക്ക് ഇന്ത്യൻ വേരുകളുണ്ട്. ഇന്ത്യൻ വേരുകളിൽ അവർ ഏറെ താമസിയാതെ ഇന്ത്യയിൽ ഒരു സന്ദർശനം നടത്തുമെന്ന കാര്യം കുടുംബാംഗങ്ങൾ കൂടി ഒരു ആഗ്രഹം പങ്കുവെക്കുന്നുണ്ട്. അത്തരം ചില സ്ഥിരീകരണം കൂടി അവിടെ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ രാജസ്ഥാനിൽ നിന്ന് കുടുംബാംഗങ്ങൾ അവരെ കാണുന്നതിന് വേണ്ടി ഉടൻ തന്നെ അമേരിക്കയിലേക്ക് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അവർ ഇന്നലെ ഭൂമിയിൽ ലാൻഡ് ചെയ്ത ആ സമയത്ത് ഇന്ത്യയിലും വലിയ ആഘോഷങ്ങൾ നടന്നു. രാജസ്ഥാനിലെ ആ ഗ്രാമത്തിൽ വലിയ സന്തോഷത്തോടെയാണ് ആളുകൾ ഇന്ത്യയുടെ ആ പുത്രിക്ക് സുനിത വില്യംസിന് വലിയ സ്വീകരണം ഒരുക്കിക്കൊണ്ട് ആ സന്തോഷം പങ്കുവയ്ക്കുന്ന കാഴ്ചകളൊക്കെ ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. എന്തായാലും സുനിത വില്യംസും സംഘവും 45 ദിവസം പൂർണ്ണമായ നിരീക്ഷണത്തിലായിരിക്കും. ആരോഗ്യ സാഹചര്യങ്ങളടക്കം പരിശോധിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ശരി, സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് എല്ലാവരും ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇനി സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ എത്ര സമയമെടുക്കും, അവർക്ക് എത്രത്തോളം എളുപ്പമായിരിക്കും ആ ഗുരുത്വാകർഷണ ബലത്തിലേക്കുള്ള തിരിച്ചുവരവ് എന്നൊക്കെ അറിയാനാണ്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് രക്തചംക്രമണം, മസിലുകളുടെ മാസ്, ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട്, ഗുരുത്വാകർഷണ ബലം കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന പല കാര്യങ്ങളിലും എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ ശാസ്ത്രം അതിസൂക്ഷ്മമായി നോക്കുകയാണ്. ഇതിലൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളാണ് നാസയിലെ ആസ്ട്രോനട്ടുകൾ. പക്ഷേ ഇത്തവണ ഇത് ദീർഘമായൊരു വാസമായതുകൊണ്ട് കൂടിയാണ് ഇത്ര വിശദമായ പരിശോധനകൾ നടക്കുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സമരം ചെയ്യുന്ന കർഷകരെ ഇന്നലെ രാത്രി പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയ സമരക്കാർ താൽക്കാലികമായി നിർമ്മിച്ച ഷെഡുകളും സ്റ്റേജും പോലീസ് പൊളിച്ചു. ഇന്നലെ കേന്ദ്ര സർക്കാർ പ്രതിനിധികളുമായി പ്രതിഷേധക്കാർ ചണ്ഡീഗഡിൽ ചർച്ച നടത്തിയിരുന്നു. KP അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഏത് സാഹചര്യത്തിലാണ് ഈ പഞ്ചാബ് സർക്കാർ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുന്നത്? നേരത്തെ അവരുടെയൊക്കെ ഒരു പിന്തുണ ഉണ്ടായിരുന്നല്ലോ സമരക്കാർക്ക്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ശ്രീജ, ശംഭു കനൌരി എന്നത് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും അതിർത്തി പ്രദേശമാണ്. അതായത് ഈ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള അന്തർഗതാഗതം, ഈ ചരക്ക് ഗതാഗതം അടക്കം നടക്കുന്ന പ്രധാനപ്പെട്ട പാതയാണിത്. ഈ പാതയിൽ ആണ് കഴിഞ്ഞ 400 ദിവസത്തിൽ അധികമായി പഞ്ചാബിലെ കർഷകർ പ്രതിഷേധ സമരം തുടരുന്നത്. ഈ പാത ഭാഗികമായി അടച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ സമരക്കാരുമായി നിരന്തരം കൂടിക്കാഴ്ച നടത്തുകയും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത്രയും അധികം ദിവസമായി സമരക്കാർ പാത തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമരം തുടരുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു പഞ്ചാബ് സർക്കാർ ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ പ്രതിഷേധക്കാർ അതിന് വഴങ്ങിയില്ല. സമരം തുടരുക എന്നത് തന്നെയായിരുന്നു അവരുടെ നിലപാട്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാത തടസ്സപ്പെടുത്തുന്നു എന്ന് മാത്രവുമല്ല, അവിടെ പന്തലടക്കം, താൽക്കാലികമായി പന്തലടക്കം നിർമ്മിച്ചുകൊണ്ട് പ്രതിദിനം 1000-ലധികം പ്രതിഷേധക്കാർ ആണ് അണിനിരക്കാറുള്ളത്. മാത്രവുമല്ല, ഈ പ്രതിഷേധക്കാർ ഹരിയാനയിലേക്ക് എത്തുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ട് ഹരിയാന പോലീസ് അവിടെ ബാരിക്കേഡുകളും തീർത്തിരുന്നു. ഈ ബാരിക്കേഡുകൾ അടക്കം ആണ് ഇപ്പോൾ പൊളിച്ചു മാറ്റിയിട്ടുള്ളത്. 1000-ലധികം വരുന്ന കർഷകരെ അറസ്റ്റ് ചെയ്തു നീക്കുകയും ഇവരെ പട്യാലയിലെ പോലീസ് ക്യാമ്പിലേക്ക് മാറ്റുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കൗതുകകരമായ വിഷയം എന്നത് ശ്രീജ സൂചിപ്പിച്ചത് തന്നെയാണ്. നമുക്കറിയാം, രാജ്യം ഒട്ടാകെ ശ്രദ്ധിച്ച കർഷക സമരത്തിന് വേദിയായിരുന്നത് ഡൽഹിയായിരുന്നു. ഡൽഹിയുടെ പ്രവേശന കവാടത്തിൽ വലിയ തോതിൽ പഞ്ചാബിൽ നിന്ന് കർഷകർ എത്തിയപ്പോൾ അതിന് പൂർണ്ണമായും ഐക്യം
പിന്തുണ പ്രഖ്യാപിച്ചത് AAP ആയിരുന്നു. മാത്രവുമല്ല അവിടെ കുടിവെള്ളം വിച്ഛേദിക്കുക, ഇന്റർനെറ്റ് വിച്ഛേദിക്കുക, ഇത്തരം നടപടികളെ അപലപിക്കുകയും അതിനെതിരെ അതിരൂക്ഷമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തത് അന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളാണ്. അതേ കെജ്രിവാളിന്റെ AAP തന്നെയാണ് ഇപ്പോൾ പഞ്ചാബിൽ അധികാരത്തിലിരിക്കുന്നത്. ആ സർക്കാർ ആണ് ഈ തരത്തിൽ, അതായത് സമാന സ്വഭാവമുള്ള ഒരു പ്രതിഷേധം പഞ്ചാബിൽ നടത്തുമ്പോൾ കർഷകർക്ക് എതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. ഈ വിമർശനം തന്നെയാണ് സംയുക്ത കിസാൻ മോർച്ച ഉന്നയിക്കുന്നത്. അതായത് RSSനും BJPക്കും AAP കീഴ്പ്പെട്ടു പോയി എന്നാണ് ഇപ്പോൾ കർഷക സംഘടനകൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചു, ചണ്ഡീഗഡിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടന്നിരുന്നുവെന്ന്. ആ ചർച്ചയ്ക്ക് ശേഷം തിരികെ എത്തിയ കർഷക നേതാക്കളെ അടക്കമാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് എന്ന വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. കർഷക നേതാവായ ദല്ലേവാൾ അവിടെ നിരാഹാര സമരം തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണ്. ഇതേ തുടർന്ന് പ്രത്യേക ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് നീക്കുകയും വളരെ പ്രധാനപ്പെട്ട മറ്റ് കർഷക നേതാക്കളെ കരുതൽ തടങ്കലിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജ. ശരി, KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വലിയ സംഘർഷത്തിന്റെ കാഴ്ചകൾ കണ്ടു. ഈ വർഗീയ സംഘർഷത്തിൽ മുഖ്യപ്രതിയെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഫഹിം ഖാൻ എന്ന പ്രാദേശിക നേതാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഔറംഗസീബിന്റെ ശവകുടീരം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് VHPയും ബജ്രംഗ് ദളും നടത്തിയ പ്രതിഷേധ പരിപാടികൾക്ക് പിന്നാലെയാണ് നാഗ്പൂരിൽ സംഘർഷങ്ങൾ ഉണ്ടായത്. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ഈ സംഘർഷങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയതാണ് എന്നൊരു നറേറ്റീവ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഈ ഒരാളെ പിടികൂടിയിട്ടുണ്ടല്ലോ, എന്താണ് ഇയാളുടെ പങ്ക് എന്നാണ് പറയുന്നത്? ശ്രീജ, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ മുഖ്യപ്രതിയെ പിടികൂടുന്നത്. ന്യൂനപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രാദേശിക നേതാവാണ് ഇയാൾ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാൾ മനഃപൂർവ്വമായി, ബോധപൂർവമായി ആളുകൾക്കിടയിലെ അവരുടെ വൈകാരികതയെ ഉണർത്തിവിട്ട് ബോധപൂർവം അക്രമം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു, കലാപത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അടക്കം മുന്നോട്ട് വെച്ചിരുന്നു. ബോധപൂർവമായ ഉണ്ടാക്കിയെടുത്തതാണ് ഈ കലാപം എന്ന ആരോപണമുണ്ടായിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസും എത്തുന്നത്. ഈ പ്രാദേശിക നേതാവിനെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളതെങ്കിലും ഇതിൽ കൂടുതൽ രാഷ്ട്രീയപരമായി ഇതിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നതിൽ അടക്കം ഇനി അന്വേഷണം ഉണ്ടാകും. ഒപ്പം തന്നെ ഈ ഔറംഗസീബിന് ഇപ്പോൾ പ്രാധാന്യമൊന്നുമില്ല. 300 വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ഒരാളെ ഇപ്പോഴും എന്തിനാണ്, അയാൾക്ക് ഇപ്പോൾ പ്രാധാന്യമൊന്നുമില്ല എന്ന തരത്തിൽ BJP നേതാവിന്റെ ഒരു പ്രസ്താവനയും കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇതൊക്കെ ഇനി കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും കൂടുതൽ ഈ കലാപത്തിന്റെ സ്ഥിതി ഇനി എന്താവുമെന്ന് നോക്കി കാണേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ കലാപം ഇപ്പോൾ അത് കുറഞ്ഞു വരുന്ന, അതിന്റെ ഒരു തീവ്രത കുറഞ്ഞു വരുന്ന സ്ഥിതിയിലേക്ക് കൂടി ഒരു അത്തരമൊരു ആശ്വാസകരമായ വാർത്തയിലേക്ക് കൂടി എത്തുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നു. ശ്രീജ. ശരി, ഷംനാണ് വിവരങ്ങൾ നൽകിയത്. നാഗ്പൂരിൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരാളെയാണ് പിടികൂടിയിരിക്കുന്നത്. മാർപ്പാപ്പയുടെ ആരോഗ്യനില കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളെയൊക്കെ വലിയ ആശങ്കയിലാക്കിയിരുന്നു. എന്നാൽ ഇന്ന് വത്തിക്കാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത ആശ്വാസകരമായതാണ്. മാസ്കിന്റെ സഹായമില്ലാതെ മാർപ്പാപ്പ ശ്വസിക്കാൻ തുടങ്ങിയതായി വത്തിക്കാൻ അറിയിക്കുന്നു. 1 മാസമായി ആശുപത്രിയിൽ കഴിയുന്ന പോപ്പിന് നിലവിൽ ശ്വാസതടസ്സം ഇല്ലെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. ആരോഗ്യനില പൂർണ്ണമായി വീണ്ടെടുക്കുന്നതുവരെ പക്ഷേ മാർപ്പാപ്പ ആശുപത്രിയിൽ തന്നെ തുടരും. റഷ്യ യുക്രൈൻ സമാധാന നീക്കത്തിന് പൂർണ്ണ സന്നദ്ധത അറിയിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലാണ് സെലൻസ്കി വെടിനിർത്തലിന് സമ്മതം അറിയിച്ചത്. റഷ്യൻ പ്രസിഡന്റുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് യുക്രൈൻ പ്രസിഡന്റുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചത്. അമേരിക്കയുടെ നീക്കങ്ങൾക്ക് നന്ദി അറിയിച്ച സെലൻസ്കി അടുത്ത ദിവസങ്ങളിൽ തുടർ ചർച്ച ഉണ്ടാകുമെന്നും അറിയിച്ചു. അമേരിക്കൻ മധ്യസ്ഥ നീക്കങ്ങളുടെ ഭാഗമായി അടുത്ത ദിവസങ്ങളിൽ സൗദി അറേബ്യയിലായിരിക്കും തുടർ ചർച്ചകൾ നടക്കുക. ഇസ്രയേലിന്റെ കൂട്ടക്കുരുതി ഗാസയിൽ തുടരുകയാണ്. 500-ലേറെ പേർ ആണ് ഇന്നലെ മാത്രം മരിച്ചതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഹമാസ് അറിയിക്കുന്നു. വെടിനിർത്തൽ അവസാനിച്ചതോടെ തുടർന്ന വ്യോമാക്രമണത്തിൽ 500ഓളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ. ഇതിന് പിന്നാലെയാണ് ഈ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനെയൊരു സമവായ നീക്കം. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരും. ഷംന, ഏത് വിധേനയും ഗാസയിൽ സമാധാനം കൊണ്ടുവരിക എന്നതാണ് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഇന്നലെ മാത്രം 500-ലേറെ മരണങ്ങളുടെ വാർത്തയാണ് പുറത്തു വന്നത്. ഇപ്പോൾ ഹമാസ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുകയാണ് സമാധാനത്തിലേക്ക്. അതിനോട് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് അറിയേണ്ടത്. എന്തൊക്കെയാണ് വിവരങ്ങൾ?
ശ്രീജ, ഈ നിലവിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇതിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടിയും ഒരു പ്രതികരണവും ലഭിച്ചിട്ടില്ല. നേരത്തെ തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ തുടരുമെന്ന ഒരു ഘട്ടത്തിൽ തന്നെ ഈജിപ്തും ഖത്തറും ഒക്കെ അവരുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ തയ്യാറാണെന്ന് ഹമാസ് വ്യക്തമാക്കിയിരുന്നു. ഒപ്പം US-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ഇസ്രായേലും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പിന്നീടാണ് ഈ രണ്ടാം ഘട്ടത്തിൽ വെടിനിർത്തലല്ല, മറിച്ച് പൂർണ്ണമായി ഈ യുദ്ധം അവസാനിപ്പിക്കലാണ് വേണ്ടത് എന്ന് പറയുന്നു. പക്ഷെ അതിന് ഇസ്രായേൽ തയ്യാറായില്ല എന്ന ഹമാസിന്റെ ഭാഗത്തു നിന്ന് ആരോപണമുണ്ടായി. പക്ഷേ ഹമാസ് ബന്ദികളെ കൈമാറുന്നില്ല, അതുകൊണ്ടാണ് വീണ്ടും വ്യോമാക്രമണം നടത്തിയതെന്നായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം. അങ്ങനെ വീണ്ടും ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ അവിടെ സ്തംഭിച്ചു. വീണ്ടും വ്യോമാക്രമണവും വലിയ രീതിയിലുള്ള ഒരു യുദ്ധവും ഉണ്ടാകുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹമാസ് തന്നെ വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ അത് നിലവിൽ കരാറുകൾ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇനി പുതിയൊരു കരാർ ഉണ്ടാക്കേണ്ടതില്ല എന്നുകൂടി ഹമാസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വ്യോമാക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തെല്ലവീവിൽ ഉണ്ടായ ആക്രമണത്തിൽ പക്ഷേ ഇതുവരെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന ഒരു ആശ്വാസകരമായ വാർത്ത കൂടി വരുന്നുണ്ട്. ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു തെല്ലവീവിൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണം ഉണ്ടായത്. പക്ഷേ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം നിരവധി പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. ഇതുവരെ ഈ വെടിനിർത്തൽ ചർച്ചകൾ സ്തംഭിച്ചതിന് പിന്നാലെ നടന്ന വ്യോമാക്രമണത്തിൽ ഇതുവരെ 500ഓളം പേരാണ് നിലവിൽ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ ഏറെയും 300-ലധികം കുട്ടികളുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇതാണ് ഏറ്റവും പുതിയതായി ഗാസയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. ശ്രീജ. ശരി, ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ. തിരുവനന്തപുരം മുതലപ്പൊഴി അഴിമുഖത്ത് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. അഴിമുഖത്തെ മണൽത്തിട്ട് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. അഞ്ചുതെങ്ങ് മുതൽ പെരുമാതുറ വരെയാണ് മുതലപ്പൊഴി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടക്കുന്നത്. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഈ രാവിലെ സമയത്ത് അത്യാവശ്യം തിരക്കുള്ള ഒരു റോഡ് തന്നെയാണ് ഈ തീരദേശ പാത. ആ ഭാഗത്തെ ഗതാഗതത്തെയൊക്കെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? എന്താണ് ഈ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്? അവരുടെ ഈ പ്രതിഷേധത്തിന് എന്ത് പരിഹാരം വേണമെന്നാണ് അവർ പറയുന്നത്? ശ്രീജ, ജില്ലാ കളക്ടർ നേരിട്ടെത്തി രേഖാമൂലം ഉറപ്പു നൽകണമെന്ന ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ അദാനി ഗ്രൂപ്പ് ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിന് തുക അനുവദിച്ചിരുന്നു. അവിടെ ഈ ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ നടത്തേണ്ടതിന്റെ ചുമതല അദാനി ഗ്രൂപ്പിനാണ്. അവിടെയാണ് തുറമുഖ നിർമ്മാണത്തിന് ആവശ്യമായ കരിങ്കല്ലുകൾ കൊണ്ട് വരുന്നതും പിന്നീട് ബാർജറിൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് കൊണ്ടുപോകുന്നതും. പക്ഷേ ഇതുവരെ അങ്ങനെ തുക അനുവദിച്ചു എന്നുള്ള ഒരു അറിയിപ്പ് വന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നേരത്തെ ഈ മത്സ്യത്തൊഴിലാളികൾ അവിടെ അപകടത്തിൽപ്പെടുന്ന വാർത്ത നമ്മൾ നിരവധി കൊടുത്തിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 10-ലധികം മത്സ്യത്തൊഴിലാളികളാണ് മുതലപ്പൊഴിയിൽ അപകടത്തിൽ മരിച്ചത്. ഈ മണൽത്തിട്ടയും അപകടത്തിനൊരു കാരണമാണ്. ശക്തമായ തിരയടിക്ക് ഒരു കാരണം ഈ മണൽത്തിട്ടയാണ്. മണൽത്തിട്ട ഇപ്പോൾ ജലത്തിന് മുകളിലേക്ക് വരുന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. അതായത് കടലിനെയും കായലിനെയും വേർതിരിക്കുന്ന നിലയിലേക്ക് മണൽത്തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ബോട്ടുമായി പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നു. ഉപജീവനം വരെ പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ഇങ്ങനെ റോഡ് ഉപരോധിച്ചുള്ള സമരത്തിലേക്ക് പോയിട്ടുള്ളത്. 3ഇടങ്ങളിൽ റോഡ് ഉപരോധിക്കുന്നുണ്ട്. പെരുമാതുറ, മുതലപ്പൊഴി, പൂത്തറ ഈ 3ഇടങ്ങളിൽ റോഡ് കയറുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് വാഹനങ്ങൾ കടത്തിവിടാത്ത തരത്തിലുള്ള പ്രതിഷേധ സമരവുമായി മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് പോവുകയാണ്. അവർക്ക് ഇനി ട്രോളിംഗ് നിരോധനത്തിന്റെ സമയം കൂടി വരികയാണ്. അതിനു മുൻപുള്ള സമയത്ത് പോലും മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ജീവിതം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അവിടെ നേരിയ സംഘർഷം ഉണ്ടാവുന്നു എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട്. വിനോദ്, ഫിഷറീസ് സെക്രട്ടറിയും സബ് കളക്ടറും മുതലപ്പൊഴിയിൽ എത്തും എന്ന് സമരക്കാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാടിലാണ് സമരക്കാർ ഉള്ളത്. ഒരു നേരിയ സംഘർഷത്തിന്റെ അന്തരീക്ഷമുണ്ട്. എന്തായാലും അധികൃതർ ഉടൻ തന്നെ ഇടപെട്ട് ഈ ഒരു സംഘർഷ സാഹചര്യം പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സ്വന്തം ജീവനും ജീവിതത്തിനും ഭീഷണിയാവുന്ന തരത്തിൽ ഇങ്ങനെ മണൽത്തിട്ട് വരുമ്പോൾ അത് നീക്കുന്നതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് നീക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ മുതലപ്പൊഴി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടക്കുന്നത്. എന്തായാലും ഏത് തരത്തിലാണ് ജില്ലാ ഭരണകൂടം ഇടപെടുന്നത് എന്നത് നമുക്ക് നോക്കാം. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.
അങ്കണവാടി ജീവനക്കാരുടെ രാപകൽ സമരം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിലേക്ക് കൊണ്ടുവരികയാണ്. വേതന വർധനവടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് അങ്കണവാടി ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. സമരം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്ന് നിയമസഭയിലേക്ക് ഈ വിഷയം വരുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? വി അരുൺ വിവരങ്ങളുമായി. അരുൺ, ഒരു സമരം നിലവിൽ തന്നെ സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അവിടെ നടക്കുന്നു. അതിന് തൊട്ടപ്പുറത്താണ് ഈ അംഗൻവാടി വർക്കർമാരും ഇപ്പോൾ സമരം തുടങ്ങുന്നത്. പാചക തൊഴിലാളികൾ പിറകെ വരുന്നുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ അംഗൻവാടി വർക്കർമാർ താഴെത്തട്ടിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും അവരാണ്. അങ്ങനെയുള്ള അടിസ്ഥാന വർഗ്ഗക്കാരുടെ സമരം പ്രതിപക്ഷം ഒരു ആയുധമാക്കുകയാണോ? പ്രതിപക്ഷത്തിന്റെ തൊഴിലാളി സംഘടന കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUസിന്റെ നേതൃത്വത്തിലാണ് ഈ അംഗനവാടി ജീവനക്കാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 3 ദിവസമായി നടക്കുന്നത്. അനിശ്ചിതകാല രാപകൽ സമരമാണ് അവർ ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ അംഗൻവാടി ജീവനക്കാർക്ക് പ്രതിമാസ മിനിമം വേതനം 21,000 രൂപയാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ പരിഗണിക്കാത്ത സർക്കാർ നടപടി സഭ നിർത്തിയ ചർച്ചയിലാണ് പ്രതിപക്ഷത്തിന്റെ നോട്ടീസ്. നജീബ് കാന്തപുരം ആണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ സമരം കഴിഞ്ഞ 3 ദിവസമായി തുടങ്ങിയെങ്കിലും ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തൊരു നടപടികൾ ഉണ്ടായിട്ടില്ല. നേരത്തെ ആരോഗ്യമന്ത്രിയുമായി അവർ ചർച്ച നടത്തിയിരുന്നു, തങ്ങളുടെ ആവശ്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ആ ചർച്ചയിൽ അനുകൂല തീരുമാനം ഉണ്ടാകാത്തോടുകൂടിയാണ് ഇവർ സമരരംഗത്തേക്ക് നീങ്ങിയത്. ഏതായാലും പ്രതിപക്ഷ വിഷയം സഭയിൽ ഉന്നയിക്കും. ആശമാരുടെ രാപകൽ സമരം പോലെ ഇത് നീട്ടിക്കൊണ്ടു പോകരുത് എന്നൊരു നിലപാടാണ് പ്രതിപക്ഷത്തിനുള്ളത്. ഇന്ന് സഭയിലും അക്കാര്യമാകും അവർ അവതരിപ്പിക്കുക. ശ്രീജ, ശരി. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭയിലേക്കും ഈ പ്രതിപക്ഷ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അംഗൻവാടി വർക്കർമാരുടെ സമരം നടക്കുന്നത്. അത് ഇന്ന് നിയമസഭയിലേക്കും എത്തുകയാണ്. ഇന്നലെ ഒരു ഇഫ്താർ വിരുന്ന് തിരുവനന്തപുരത്ത് നടന്നു. മനോഹരമായൊരു ഇഫ്താർ വിരുന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ആ വിരുന്ന് സംഘടിപ്പിച്ചത്. നിയമസഭയിലെ ശങ്കരൻ നാരായണൻ തമ്പി ഹാളിലായിരുന്നു സംഗമം. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ ഒരു വ്യത്യാസവുമില്ലാതെ ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. മന്ത്രിമാരുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മേയർ ആര്യ രാജേന്ദ്രൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, PK കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ളവർ പങ്കെടുത്തു. ഒരു മനോഹരമായ കാഴ്ചയ്ക്കും ഇന്നലത്തെ ആ ഇഫ്താർ വേദി സാക്ഷിയായിരുന്നു. അത് കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപുണ്ടായ ഒരു വിവാദം പ്രേക്ഷകരുടെ ഓർമ്മയിലുണ്ടാവും. പണ്ഡിറ്റ് രമേശ് നാരായണനും ആസിഫ് അലിയും ഒരു അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു ആ സംഭവം. ആസിഫ് അലി അവാർഡ് നൽകാൻ എത്തിയപ്പോൾ അദ്ദേഹം അത് നിരാകരിച്ച് നിൽക്കുകയും അവഗണിക്കുകയും ചെയ്തു. അതൊരു വലിയ വിവാദമായി മാറിയിരുന്നു. ആ മഞ്ഞുരുകുന്ന ഒരു കാഴ്ചയ്ക്കും ഇന്നലെ ഈ ഇഫ്താർ വിരുന്ന് സാക്ഷിയായി. രമേശ് നാരായണനും ആസിഫ് അലിയും ആലിംഗനം ചെയ്യുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. നിങ്ങളോട് ഇനി എന്ത് പറയാനാണ് എന്നായിരുന്നു ആസിഫ് അലിയുടെ ചോദ്യം. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ്. നിയമസഭാ മന്ദിരത്തിൽ കണ്ട ഈ ഒരു സൗഹൃദ കാഴ്ച അത് മനോഹരമായൊരു കാഴ്ചയായിരുന്നു. ഞാൻ എന്താ പറയാ, ആ ചോദ്യമാണ്, ഞാൻ എന്താ പറയുക നിങ്ങളോട് എന്നായിരുന്നു ആസിഫ് അലിയുടെ ചോദ്യം. നോക്കൂ, മനുഷ്യന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഒരു വാക്കുകൾ കൊണ്ട്, ഒരു ആലിംഗനം കൊണ്ട് അലിഞ്ഞു പോകുന്നതാണ്. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് വലിയ ശത്രുതയ്ക്കൊന്നും ഒരിടവുമില്ല. ഇത്ര മനോഹരമായൊരു കാഴ്ചയ്ക്ക് കൂടി ഇന്നലെ ആ ഇഫ്താർ വിരുന്ന് വേദിയാകുമ്പോൾ ഇന്നത്തെ ലോക സന്തോഷ ദിനത്തിൽ ഈ മനോഹരമായൊരു കാഴ്ച കൂടി പ്രേക്ഷകർ കാണട്ടെ എന്ന് കരുതി ഇന്നലെ തന്നെ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലാണ്. ശരി, ഇടുക്കി ചൊക്രമുടിയിലെ വിവാദ ഭൂമി തിരികെ പിടിക്കുന്നതിനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. മേഖലയിലെ 4 പട്ടയങ്ങളാണ് കഴിഞ്ഞയിടെ റവന്യൂ വകുപ്പ് റദ്ദ് ചെയ്തത്. ചൊക്രമുടിയിൽ റദ്ദ് ചെയ്ത 4 പട്ടയങ്ങളിൽ ആകെ 13.79 ഏക്കർ ഭൂമിയാണ് ഉള്ളത്. ബൈസൺ വാലി വില്ലേജിലെ സർവേ നമ്പർ 27-1 ഉൾപ്പെടുന്ന ഭൂമിയാണിത്. 4 പട്ടയങ്ങളാണെങ്കിലും 60ഓളം ആളുകളുടെ കൈവശമാണ് ഈ ഭൂമി. ഇത് തിരിച്ചു പിടിക്കുന്നതിനായി ഭൂമി കൈവശം വച്ചിരിക്കുന്നവർക്ക് നോട്ടീസ് നൽകി. 48 മണിക്കൂറിനകം ഭൂമി ഒഴിയണമെന്നാണ് നിർദ്ദേശം. നമ്മൾ CC ഫോം കൊടുത്തിരിക്കുന്നത് 48 മണിക്കൂറിനുള്ളിൽ ഈ നോട്ടീസിന്റെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നോട്ടീസ് കൈപ്പറ്റി 48 മണിക്കൂറിനുള്ളിൽ 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ ഇതിനുള്ള നടപടി നമുക്ക് ആരംഭിക്കാൻ പറ്റത്തുള്ളൂ.
അതുകൊണ്ട് പകുതിയോളം നോട്ടീസ് ഏകദേശം സെർവ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടെ കിട്ടിയ ഉടനെ തന്നെ നടപടി നമ്മൾ ആരംഭിക്കും. സർക്കാർ ഭൂമി തിരികെ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായാണ് നോട്ടീസ് നൽകിയത്. അടുത്ത ഘട്ടമായി ഇവിടെ ബോർഡ് സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടി സ്വീകരിക്കും. ഇതോടെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചൊക്രമുടി മലനിരയുടെ സംരക്ഷണം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. എറണാകുളം മരടിൽ പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലമുണ്ടായ പ്രശ്നങ്ങൾ ന്യൂസ് 18 കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. ആ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ ഒരു ശാശ്വത പരിഹാരമായിരിക്കുന്നു. ജനവാസ മേഖലയിലേക്ക് ഒഴുക്കിവിട്ട മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങി. നിർമ്മാണ തൊഴിലാളികൾക്കായി തീർത്ത ക്യാമ്പും മാറ്റി സ്ഥാപിച്ചു. ന്യൂസ് 18 ഇംപാക്ട്. കഴിഞ്ഞ ദിവസമാണ് ജനവാസ മേഖലയിലേക്ക് നിരന്തരം മാലിന്യം ഒഴുക്കിവിടുന്നത് മൂലം ദുരിതത്തിലായ ഒരു കൂട്ടം ജനങ്ങളുടെ ജീവിതം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തത്. ഇതേ തുടർന്നാണ് നടപടി. പ്രദേശത്തെ മാലിന്യം നീക്കം ചെയ്യാനും തൊഴിലാളികളെ താമസിപ്പിച്ചിരുന്ന ക്യാമ്പ് മാറ്റാനുമുള്ള നടപടികൾ തുടങ്ങി. പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ ഫോറം മോളിന് പിന്നിലായുള്ള ഫ്ളാറ്റ് നിർമ്മാണത്തിനെത്തിയ അതിഥി തൊഴിലാളികളെ പാർപ്പിച്ചിരിക്കുന്നിടത്തു നിന്നായിരുന്നു മാലിന്യം തള്ളിയത്. ഇതുമൂലം നരക ജീവിതമായിരുന്നു ഇവിടെയുള്ളവർ നയിച്ചിരുന്നത്. നിരന്തരം സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടും പരിഹാരമുണ്ടായില്ല. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് വിഷയത്തിൽ അധികൃതർ നേരിട്ടിടപെടുകയും അടിയന്തരമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 വളരെ വലിയ ഒരു നല്ല വാർത്ത, കാരണം നമ്മളെല്ലാം അത് കൃത്യമായി കാണിച്ചു തരുന്ന രീതിയിലുള്ള ഒരു വാർത്ത അവിടെ നമ്മൾ നമുക്കിടയായി. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് നമ്മളത് നടപടിയുമായി എത്രയും പെട്ടെന്ന് നടപടി എടുത്തത്. ദുരിതത്തിലായിരുന്നു ഒരു ജനവാസ മേഖല മുഴുവൻ. പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 600ഓളം അതിഥി തൊഴിലാളികളെയാണ് ക്യാമ്പിൽ പാർപ്പിച്ചിരുന്നത്. ഇവിടുത്തെ കക്കൂസു മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടും. വേലിയേറ്റ സമയത്ത് ഈ മാലിന്യം മുഴുവൻ ചുറ്റുമുള്ള വീടുകളിലേക്ക് കയറും. വെള്ളമിറങ്ങിയാൽ മാലിന്യം മുഴുവൻ അവിടെ കുന്നുകൂടി കിടക്കും. പകർച്ചവ്യാധികൾ കൊണ്ട് നിരന്തരം കഷ്ടപ്പെടുകയായിരുന്നു കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ. നഗരസഭാ അധികൃതരും പ്രസ്റ്റീജ് ഗ്രൂപ്പ് പ്രതിനിധികളും സമരക്കാരോട് നടത്തിയ ചർച്ചയിലാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത്. പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ച എല്ലാ നിബന്ധനകളും പ്രസ്റ്റീജ് ഗ്രൂപ്പ് അധികൃതർ അംഗീകരിച്ചു. ജനകീയ പ്രക്ഷോഭം നടത്തിയതിനൊരു നേട്ടം ലഭിച്ചു. പിന്നെ അതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ന്യൂസ് 18 നന്ദി പറയാനുള്ളത് വേറൊരു ചാനലുകാരും ഇത് കവർ ചെയ്തില്ല. പത്രങ്ങളിൽ വന്നെങ്കിലും ചാനലിലാകെ കവർ ചെയ്തത് ന്യൂസ് 18 ആണ്. മറ്റ് ചെറിയ ചെറിയ ലോക്കൽ യൂട്യൂബ് ചാനൽസ് കവർ ചെയ്തെങ്കിൽ ഞങ്ങൾക്കത് റീച്ച് കിട്ടിയില്ല. പക്ഷേ ചാനലിൽ വന്നതിന് ശേഷം ആണ് ഞങ്ങൾക്ക് മാളുകാരുടെ സൈഡിൽ നിന്നാണെങ്കിലും മുനിസിപ്പാലിറ്റി സൈഡിൽ നിന്നാണെങ്കിലും പിറ്റേ ദിവസം തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ഞങ്ങളെ എല്ലാവരെയും അല്ലെങ്കിലും ആ സമര പ്രതിനിധികളെന്ന രീതിയിൽ ഞങ്ങൾ 2-3 പേര് അവരെ പ്രതികരിച്ച് അവിടെ ചെന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പോൾ നമ്മളുടെ നിവേദനത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ ഒരു 90% കാര്യങ്ങളും തന്നെ അവർ അംഗീകരിച്ചു. നാട്ടുകാരുടെ നാളുകളായുള്ള പ്രശ്നത്തിനാണ് പരിഹാരമാകുന്നത്. മലിനജലം മൂലം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നും പകർച്ചവ്യാധി ഭീഷണിയിൽ നിന്നും കരകയറുകയാണ് ഒരു നാട് മുഴുവൻ. ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. സർക്കാരുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ആശമാരുടെ സമരം 3ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ നേതാവ് MA ബിന്ദു അടക്കം 3 പേർ ഇന്നു മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങുകയാണ്. 11 മണിക്കാണ് നിരാഹാര സമരം തുടങ്ങുന്നത്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. ആശാവർക്കർമാരുടെ സമരവും അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യവും ഒക്കെ മന്ത്രി നേരിട്ട് ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇന്നലെ 37ാം ദിവസം നാടകീയമായ ഒരു ചർച്ച വിളിക്കുന്നു. ആ ചർച്ചയിലാകട്ടെ പുതുതായി ഒന്നും സർക്കാരിന് മുന്നോട്ട് വെക്കാനില്ല. സമരം അവസാനിപ്പിക്കണം എന്ന അഭ്യർത്ഥന അല്ലെങ്കിൽ സർക്കാരിന്റെ പരാധീനതകൾ മാത്രം പറയുന്നു. അതിന് പിന്നാലെ ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരിടത്ത് സമരം അവർ കടുപ്പിക്കുകയാണ്, നിരാഹാര സമരത്തിലേക്ക് പോവുകയുമാണ്. ഈ ആരോഗ്യമന്ത്രിയുടെ പോക്കിനൊക്കെ ഇവരെങ്ങനെയാണ് കാണുന്നത്? ഡാൻ, ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഡാൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. ഒരു 30 സെക്കൻഡ് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. നമുക്ക് ആരോഗ്യമന്ത്രി ഈ യാത്രയ്ക്ക് പോകുന്നതിന് മുൻപായി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. മന്ത്രി വീണ ജോർജിന്റെ വാക്കുകൾ കേൾക്കാം. സ്കീം ആശാ സ്കീം കേന്ദ്ര സ്കീമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ, അതിൽ തർക്കമില്ലല്ലോ. അപ്പോൾ ഇതിൽ
നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടതും കേന്ദ്രമാണ് എന്നുള്ളത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഉൾപ്പെടെ പ്രസ്താവനകളിലൂടെ വ്യക്തമാണ്. ഇപ്പോൾ സംസ്ഥാനത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയും, കൂട്ടണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇന്ന് പുലർച്ചെ ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പുറപ്പെടും മുൻപ് സംസാരിച്ചതാണ് കേട്ടത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, നേരത്തെ പറഞ്ഞു തുടങ്ങിയത് കേട്ടിരുന്നില്ല. ഡാൻ തുടരും. 39ാം ദിവസമാണ് ഈ അനിശ്ചിതകാല സമരം 3ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. നിരാഹാര സമരം ഈ MA ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ് 3 പേർ രാവിലെ 11 മണി മുതൽ നിരാഹാര സമരം ആരംഭിക്കുന്നത്. ഇവിടെ സമരവേദി സജീവമാകുകയാണ്. ബിന്ദു തന്നെ നമ്മളോടൊപ്പം ചേരുന്നു. ഇന്നലെ ഇല്ലായിരുന്നല്ലോ ഇവിടെ, എവിടെയായിരുന്നു? ഇന്നലെ ഇല്ലായിരുന്നു, വീട്ടിൽ 40 ദിവസത്തിന് ശേഷം ജസ്റ്റ് വീട്ടിൽ വരെ പോയി അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് വരണ്ടേ. അപ്പൊ എന്താണ് ഈ നിരാഹാരം കിടക്കാൻ കുടുംബങ്ങളൊക്കെ സമ്മതിച്ചോ? അല്ല, അത് കുടുംബം സമ്മതിച്ചില്ലെങ്കിലും നമ്മളൊരു തീരുമാനം എടുത്താൽ തീരുമാനമായിട്ട് പോകുമല്ലോ, അത് വിഷയമല്ല. അത് ഫാമിലി മാറ്റർ ഒന്നും ഇവിടെ ഘടകമേ അല്ല. നമ്മള് നിരാഹാര സമരമായിട്ട് മുന്നോട്ട് പോകും. രാവിലെ വേറെ ആരെങ്കിലും വരുമോ? ഇതിന്റെ എന്തെങ്കിലും ഉദ്ഘാടനമായിട്ടുണ്ടോ? അതോ ഉദ്ഘാടനത്തിന് ആരാ എത്തുന്നതെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇത് 3ാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇന്ന് മുതൽ. അപ്പൊ ഇനിയെങ്കിലും ഇപ്പം ആരോഗ്യമന്ത്രി ചർച്ച നടത്താനായി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനായി പോയിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? അല്ല, കേരളത്തിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടത്താൻ പോയിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അത് നിർമ്മല സീതാരാമന്റെ കേന്ദ്രമന്ത്രിയുടെ അനുമതി കിട്ടിയിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ എന്താണ് ചർച്ച ചെയ്യാൻ പോയത് നമുക്കറിയത്തില്ല. നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇല്ല, എന്ത് നോക്കുകയാണ്? CM പോയില്ലായിരുന്നോ കേന്ദ്ര ധനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട്? എന്നിട്ട് എന്തുണ്ടായി? അപ്പൊ ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്. പോയെന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരുന്നെങ്കിൽ വാങ്ങിച്ചോണ്ട് വരട്ടെ. അത് ഓണറേറിയവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഓണറേറിയം തരുന്നതെന്ന് അവര് ഒരു ദിവസം 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ അത് ചോദിക്കാൻ എന്തിനാണ് കേന്ദ്ര അനുമതി ചോദിക്കേണ്ടതുണ്ടോ? അല്ല, അവിടെ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ അത് വ്യക്തമാക്കണം. ആരാണ് ഓണറേറിയം തരുന്നത്, എങ്ങനെയാണ് ഓണറേറിയം തരുന്നത് അവരാദ്യമേ വ്യക്തമാക്കട്ടെ. അപ്പൊ ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാതിരിക്കാനുള്ള ഒരു ബോധപൂർവമായ നീക്കം നടക്കുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ? എന്തായാലും ഇപ്പൊ 40 ദിവസമാകാൻ പോകുന്നല്ലോ. പൊതുസമൂഹത്തിന് മനസ്സിലായല്ലോ എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ. പറഞ്ഞാൽ പിടിവാശി, പിന്നെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ. ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഇവിടെ പിന്നെ ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്താണോ തൊഴിൽ സമരങ്ങൾ നടക്കത്തില്ലേ? ഈ തൊഴിലവകാശങ്ങൾ മുഴുവൻ നേടിയെടുത്തത് തൊഴിലാളികൾ സമരം ചെയ്തിട്ടാണ്. ഒരു കോടതി അല്ലെ ഒരു സർക്കാരോ ആർക്കും കനിഞ്ഞു നൽകിയിട്ടില്ല. തൊഴിലാളികൾ സമരം നടത്തി നേടിയെടുത്തതാണ് ഈ അവകാശങ്ങൾ മുഴുവൻ. അങ്ങനെയല്ലേ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടുന്നത്? അവിടെ അതിന് സംവിധാനങ്ങളുണ്ട്. സമരങ്ങൾ നടക്കും, ചർച്ച നടക്കും, ഒത്തുതീർപ്പുണ്ടാക്കും. അങ്ങനെയല്ലേ വേണ്ടുന്നത്? ഇതില്ലാതെ ഇങ്ങനെ പിടിവാശിയും പിടിച്ചിരിക്കുന്നത് എന്താണ്? ഇന്നലെ വിജയരാഘവൻ ഇടത് നേതാവ് പറഞ്ഞത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആശമാരാണ്, ഒറിജിനൽ ആശമാരല്ല. ഇവിടെ അവര് തുടർച്ചയായി ഈ ഒരു വിമർശനം അങ്ങനെ തന്നെ ഉന്നയിക്കുകയാണ്. ഒറിജിനലിനെ ഡ്യൂപ്ലിക്കേറ്റിനെ പരിശോധിക്കാൻ ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ അന്ന് മുതൽ പറയുന്നല്ലോ. ഈ ശ്രീ വിജയരാഘവൻ പറഞ്ഞപ്പോൾ മുതലല്ലോ, ഈ സഖാവ് VP ജയരാജൻ പറഞ്ഞപ്പോഴും CITUവിന്റെ മുതിർന്ന നേതാക്കന്മാർ പറഞ്ഞപ്പോഴും സഖാവ് വെള്ളമരം കരീമോ പറഞ്ഞപ്പോഴും എല്ലാം ഞങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ വന്നിട്ട് പറ. എന്തിനാണ് ചാനലുകൾക്ക് മുന്നിൽ നിന്ന് പറയുന്നത്? ഇവിടെ വാ, ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കാം. ഓക്കെ ശ്രീജ, അപ്പോൾ അങ്ങനെയാണ് 11 മണിക്കാണ് ഈ നിരാഹാര സമരം ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ പുരോഗമിക്കുകയാണ്. 50ഓളം പേർ ഇതിനോടകം നിരാഹാരം അനുഷ്ഠിക്കാൻ സന്നദ്ധരാണ് എന്ന് പറഞ്ഞ് ഈ സമരസമിതിയുമായി അവർക്ക് അത് ഒപ്പിട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഭാരവാഹികളൊക്കെ അറിയിച്ചത്. എന്തായാലും സമരവേദി കൂടുതൽ സജീവമാകുന്നു. 11 മണിക്ക് നിരാഹാര സമരം 3ാം ഘട്ടത്തിൽ ആരംഭിക്കുകയാണ്. ശരി ഡാൻ, പോരാട്ട വീര്യത്തിന്റെ ഒരു ഉദാഹരണമായി തന്നെയാണ് കഴിഞ്ഞ 39 ദിവസമായി ആ സ്ത്രീകൾ, ആശമാർ അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലിരിക്കുന്നത്. ഈ 3ാം ഘട്ടത്തിൽ അവർ കടക്കുന്നത് നിരാഹാര സമരത്തിലേക്കാണ്. പറഞ്ഞ ഒരു വാചകമുണ്ടല്ലോ, കുടുംബത്തിന്റെ സമ്മതമല്ല, അതിനപ്പുറത്ത് എന്ത് ആവശ്യം നേടിയെടുക്കാനാണോ ഞങ്ങൾ പോരാടുന്നത് അതിൽ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നതാണ് അവിടെ എത്തിയിട്ടുള്ള എല്ലാ സ്ത്രീകളുടെയും പൊതുവികാരം. എന്തായാലും ആരോഗ്യമന്ത്രി ഡൽഹിയിലാണുള്ളത്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്താണ് ആ ചർച്ചയിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ? ആ തീരുമാനങ്ങൾക്ക് ഈ സമരത്തിൽ എന്തെങ്കിലും, സമരം പരിഹരിക്കുന്നതിന് എന്തെങ്കിലും പങ്കുവഹിക്കാൻ കഴിയുമോ? അതൊക്കെ നമുക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കാം. മറ്റ് വാർത്തകളിലേക്ക്. കണ്ണൂർ മണോളിക്കാവിലെ CPM പോലീസ് സംഘർഷത്തിന് പിന്നാലെ SIമാരെ സ്ഥലം മാറ്റിയതിൽ പോലീസിൽ അതൃപ്തി. ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്തുകാട്ടിയ ഉദ്യോഗസ്ഥർക്ക് അഭിവാദ്യങ്ങൾ എന്ന് രേഖപ്പെടുത്തിയ മെമന്റോ ആണ് യാത്രയയപ്പ് ചടങ്ങിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. സുമേഷ് മൊറാഴ വിവരങ്ങളുമായി. സുമേഷ്, ഈ ഒരു നടപടിയുടെ ഭാഗമായി
സ്ഥലം മാറ്റപ്പെടുമ്പോൾ ആ ഉപഹാരങ്ങളിൽ പോലീസുകാർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വികാരമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലെ? ഇന്നിപ്പോൾ ഈ വിഷയമൊക്കെ സഭയുടെ പരിഗണനയിലേക്കുമൊക്കെ വരുമെന്ന് സഭയുടെ പരിഗണനയിലേക്ക് വരും എന്നൊക്കെ കേൾക്കുന്നുമുണ്ട്. ശ്രീജ, കഴിഞ്ഞ മാസം 19, 20 തീയതികളിലായിരുന്നു തലശ്ശേരി മണോളിക്കാവിൽ ഒരു ഉത്സവത്തിനിടെ പോലീസും അതുപോലെ തന്നെ CPM-വുമായി സംഘർഷമുണ്ടാകുന്നത്. ഈ സംഘർഷത്തെ തുടർന്ന് CPM പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും FIR എടുക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ FIR ഇട്ടതിനെതിരെ CPM പ്രവർത്തകർ അതിനും ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ഈ FIR പറഞ്ഞിരിക്കുന്നത് കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങളോട് കളിച്ചാൽ തലശ്ശേരി സ്റ്റേഷനിൽ ഉണ്ടാകില്ല എന്ന് ഭീഷണിപ്പെടുത്തി എന്നായിരുന്നു. CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി എന്നായിരുന്നു FIR. ഇതിനെ തുടർന്ന് ഈ SFI, അതായത് SI-മാരായ ദീപ്തി, അഖിൽ എന്നിവർക്കെതിരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങുകയും ചെയ്തു. അതായത് അപ്പോൾ തന്നെ ഈ പോലീസുകാർക്കിടയിൽ പ്രതിഷേധമുണ്ടായിരുന്നു, അതൃപ്തി ഉണ്ടായിരുന്നു. അതായത് കൃത്യനിർവഹണം നടത്തി, അതായത് സത്യസന്ധമായ തൊഴിലെടുത്ത ഞങ്ങൾക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രതിഷേധം ആ സമയത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന്, അതായത് ഈ സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥർക്ക് ഒരു യാത്രയപ്പ് ചടങ്ങുണ്ടായിരുന്നു ഇന്നലെ. ഈ യാത്രയപ്പ് ചടങ്ങിൽ ഒരു ഈ മൊമെന്റോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത്. അതായത് ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്ത് കാട്ടി ഉദ്യോഗസ്ഥർക്ക് അഭിവാദ്യങ്ങൾ എന്നായിരുന്നു ആ ഉപഹാരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണിപ്പോൾ ഇവർക്കിടയിൽ പ്രതിഷേധം ശക്തമായിരിക്കുന്നു എന്നതിനുള്ള തെളിവായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീജ, ശരി, സുമേഷാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ നിന്ന് ഉപഹാരങ്ങളിലെ അഭിവാദ്യ വാചകമാണ് വലിയ ചർച്ചയാവുന്നത്. എന്തായാലും ഈ CPM-ഉം പോലീസുകാരും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ വലിയ ചർച്ചയാവുന്നതിനിടയിലാണ് അതൊരൊറ്റപ്പെട്ട ശബ്ദമല്ല, മറിച്ച് ഒരു വലിയ വിഭാഗത്തിന് അതിൽ അതൃപ്തി ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഈ വാചകങ്ങളുടെ വിവരങ്ങൾ പുറത്തുവരുന്നത്. പാതിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സായി ഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ ജാമ്യം നൽകണമെന്ന് ആനന്ദകുമാർ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. വസ്തുതകൾ പരിശോധിച്ച ശേഷം ഇന്ന് വാദം കേൾക്കാമെന്ന് കോടതി ഇന്നലെ പറഞ്ഞിരുന്നു. ഒന്നാം പ്രതി അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷയും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടെ ഈ സ്വാധീനമുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ നിയമത്തിന് മുന്നിൽ വരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിനൊക്കെ ഇന്നലെ കോടതി വിമർശിച്ചിരുന്നു. ഇന്ന് എന്താണ് കോടതി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്ന് നോക്കാം. വിവാദമായ ഷാബാസ് ഷെരീഫ് കൊലപാതക കേസ് വലിയ പ്രത്യേകതകളുള്ള ഒരു കേസായിരുന്നു അത്. ആ കേസിൽ ഇന്ന് വിധി വരികയാണ്. മൃതദേഹമോ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളോ പോലും ലഭിക്കാത്തൊരു കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ് കോടതിക്ക് മുന്നിലുള്ളത്. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി 1 കേസിൽ വിധി പറയുന്നത്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, പലപ്പോഴും ശാസ്ത്രീയ തെളിവുകളെ എപ്പോഴും കോടതി പലതരത്തിൽ ആശ്രയിക്കാറുണ്ട്. പക്ഷേ ഈ കേസിന്റെ പ്രത്യേകത ഇതുവരെ കൊല്ലപ്പെട്ടു എന്നത് ഒരു കഥ മാത്രമാണ് നമുക്ക് മുന്നിൽ. എങ്ങനെ, എപ്പോൾ, എന്ത് സംഭവിച്ചു ഇതിനെ തെളിയിക്കുന്ന തരത്തിൽ ഒരു അവശിഷ്ടങ്ങൾ പോലും ഇല്ലാത്തൊരു കേസ്. പക്ഷേ വളരെ കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ കൊലപാതകത്തിന് ചുരുളഴിഞ്ഞത്. അങ്ങനെ ഒരു കേസിൽ വിധി വരുമ്പോൾ എത്രത്തോളം ആകാംക്ഷയുണ്ട്? ഒരാൾ അന്തരീക്ഷത്തിൽ മാഞ്ഞു പോയ പോലെയാണ് ഷാബാസ് ഷെരീഫ് ഇല്ലാതെയായത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഈ കേസിൽ വലിയ വെല്ലുവിളികളായിരുന്നു നേരിടാനുണ്ടായിരുന്നത്. ഷാബാസ് ഷെരീഫ് 2022 ഈ കൊല്ലപ്പെട്ട വിവരം പുറത്തിറങ്ങിയത് 2022 2020 കൊല്ലപ്പെട്ടത്. അതായത് ഇയാളെ ഈ മൂലക്കുരുവിൻ്റെ ഒറ്റമൂല്യ രഹസ്യം കണ്ടെത്തുവാൻ വേണ്ടി 2019 മൈസൂരിലെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന് 1.5-2 വർഷത്തോളം ഷൈബിൻ അഷ്റഫിൻ്റെ മുക്കട്ടയിലെ വീട്ടിൽ തടങ്കിൽ പാർപ്പിച്ച് അതിക്രൂരമായി പീഡിപ്പിച്ച് ശാരീരികമായിട്ട് ഉപദ്രവിച്ച് തുടർന്ന് അയാളെ കൊന്ന് കഷ്ണമാക്കി ചാലിയാറിൽ തള്ളുകയായിരുന്നു. അയാളുടെ ഒരു അസ്ഥി പോലും പോലീസിനോ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ കേസിൽ നിർണായകമായത് ഷൈബിൻ അഷ്റഫിൻ്റെ വാഹനത്തിൽ നിന്നും കണ്ടെടുത്ത
ഒരു തലമുടിയിൽ നിന്ന് ലഭിച്ച മൈറ്റോകോൺട്രിയ DNA ഫലമാണ്. ആ തലമുടി ഷൈബിൻ അഷ്റഫിനുമാണെന്ന് ലഭിച്ചത് ഷാബാസ് ഷെരീഫിൻ്റെ ആണെന്ന് പോലീസിന് കണ്ടെത്താനായതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. അതോടൊപ്പം കേസിലെ മാപ്പ് സാക്ഷിയായ നേരത്തെ 7ാം പ്രതിയായിരുന്ന നൌഷാദിൻ പുറത്തുവിട്ട നൌഷാദ് നൽകിയ ദൃശ്യങ്ങളും ഇയാൾ തടങ്കലിൽ പാർത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ തടങ്കലിൽ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും, ഈ 2 കാര്യങ്ങളാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. ആ സാധാരണഗതിയിൽ അസ്വാഭാവിക മരണം എന്ന് എഴുതി തള്ളുന്ന കേസിൽ ആ കൊലക്കുറ്റം ചുമത്തി പ്രതികളെ പിടികൂടി ഇതുവരേക്ക് ജാമ്യം പോലും ലഭിക്കാതെ പോലീസിൻ്റെ നടപടികൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കേസിൽ ഇന്നത്തെ വിധി അതീവ നിർണായകമാണ് കേരളത്തിൻ്റെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ. കാരണം പൂർണ്ണമായിട്ടും ശാസ്ത്രീയ ഫലങ്ങൾ അടിസ്ഥാനമാക്കി മൃതശരീരത്തിൻ്റെ അവശിഷ്ടം പോലും ലഭിക്കാത്ത ഒരു കേസിൽ ആ കൊലക്കുറ്റം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും ഒരു മനുഷ്യൻ അന്തരീക്ഷത്തിൽ മാഞ്ഞു പോയതല്ല, അയാളെ കൊന്നില്ലാതാക്കിയതാണെന്ന് ആ പോലീസിന് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുമ്പിൽ കോടതിക്ക് മുമ്പിൽ തെളിയിക്കാനാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. 15 പ്രതികളാണ് ഉള്ളത്. അതിൽ 13 പേരുടെ എതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഒരു പ്രതി ഒളിവിലിരിക്കെ മരിച്ചു. ഇതിൽ 1ാം പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷ്റഫ് തന്നെയാണ്. ഇതിൽ 7ാം പ്രതിയായ നൌഷാദാണ് ഈ വിവരങ്ങൾ പുറത്തറിയിച്ച് അയാളെ കോടതി മാപ്പ് സാക്ഷിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഷൈബിൻ അഷ്റഫ് നടത്തിയ വിദേശത്ത് നടത്തിയ 2 കൊലപാതകങ്ങൾ CBI അന്വേഷിച്ച് അതിലും ഷൈബിൻ അഷ്റഫിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറ്റകൃത്യങ്ങളുടെ വലിയ ഒരു പരമ്പരയ്ക്ക് ആരും അറിയാതെ പോയിരുന്ന കുറ്റകൃത്യങ്ങളുടെ വലിയ ഒരു പരമ്പരയുടെ നിർണായകമായിട്ടുള്ള വിധിന്യായമാണ് ഇന്ന് 11 മണിയോടെ ഉണ്ടാവുക. എന്നാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി ഒരു കൊലക്കുറ്റം തെളിയിക്കാൻ പോലീസിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടറിയാൻ പോകുന്നത്. ശ്രീജ. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ നിർണായകമാകുന്ന ഒരു കേസിൽ അതുമാത്രം ആശ്രയിച്ചുള്ള ഒരു വിധിന്യായമാണ് വരാൻ പോകുന്നത്. നിയമവൃത്തങ്ങളിലടക്കം വലിയ ആകാംക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിധിയെക്കുറിച്ച്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം ഭാര്യാപിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതി യാസിർ റിമാൻഡ്. താമരശ്ശേരി കോടതിയാണ് 2 ആഴ്ചത്തേക്ക് ഇയാളെ റിമാൻഡ് ചെയ്തത്. പ്രതിക്കായി പോലീസ് വൈകാതെ കസ്റ്റഡി അപേക്ഷ നൽകും. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. അനീഷ്, പ്രണയിച്ച് വിവാഹിതരായ വളരെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ദമ്പതികൾ, അവർക്കിടയിൽ ലഹരിയാണ് വില്ലനായത് എന്ന വാർത്തകൾ നേരത്തെ തന്നെ അവരുടെ കുടുംബമടക്കം, യാസറിന്റെ കുടുംബമടക്കം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസും അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണോ എത്തുന്നത്? തീർച്ചയായും പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം അങ്ങനെ തന്നെയാണ്. ഈ കൊലപാതകം നടന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചതായി തെളിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചത്. വലിയ രീതിയിൽ പണം ചിലവഴിക്കുന്നു, സ്വർണ്ണാഭരണങ്ങൾ പണയം വെക്കുന്നു, മറ്റുള്ള ആളുകളിൽ നിന്നും പണം കടം വാങ്ങുന്നു എന്നിങ്ങനെയൊക്കെ പല രീതിയിലും പണം ദൂർത്തടിക്കുന്നു. അത് പൂർണ്ണമായും ലഹരിക്ക് വേണ്ടിയാണ് യാസിർ ചെലവഴിച്ചതെന്ന് കുടുംബം പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്നുള്ള അസ്വാരസ്യങ്ങളാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് പ്രതിയെ നയിച്ചത്. നേരത്തെ താമരശ്ശേരിയിൽ തന്നെ സ്വന്തം അമ്മയെ വകവരുത്തിയ ആഷിഖ് എന്നയാളും യാസറും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇവർ ഒന്നിച്ച് ചില ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ആഷിഖിനെയൊക്കെ അടക്കം ന്യായീകരിച്ച് ഫോണിൽ ആഷിഖിന്റെ ചിത്രങ്ങളടക്കമൊക്കെ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭാര്യയുമായി ഈ കാര്യത്തെ ചൊല്ലിയൊക്കെ കലഹങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒടുവിലാണ് ഈ ഭർത്താവിനെ വിട്ടുപോകാൻ യുവതി തീരുമാനിക്കുകയും സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്ത് ഇത് ഇയാൾക്ക് വലിയ വൈരാഗ്യം ഇവരോട് സൃഷ്ടിക്കുകയും ഇതിന്റെ ഒരു തുടർച്ചയായി വീട്ടിലേക്ക് ചെല്ലാൻ നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ ലഹരിക്ക് അടിമയായ ഒരാളോടൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന ഒരു നിലപാടിലേക്ക് ഷിബില എത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നുള്ള സംഭവവികാസങ്ങളാണ് ഇത്തരമൊരു മരണത്തിലേക്ക് നയിച്ചത്. എന്തായാലും ഈ കൊലയ്ക്ക് ശേഷം കാറിൽ രക്ഷപ്പെട്ട യാസിറിനെ അന്ന് രാത്രി തന്നെ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിനടുത്ത് വെച്ച് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. അതിനുശേഷം ഫോറൻസിക് പരിശോധനയും മറ്റ് ശാസ്ത്രീയമായ തെളിവെടുപ്പും ഒക്കെ നടത്തിയിരുന്നു. തുടർന്നാണ് ഇന്നലെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കുകയും 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. കസ്റ്റഡിക്കുള്ള അപേക്ഷ ഇന്നോ നാളെയോ നൽകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷം കോടതി കസ്റ്റഡിയിൽ വിട്ടാൽ പിന്നീട് പ്രതിയുമായി ഈ സംഭവം നടന്ന സ്ഥലത്തടക്കം എത്തി തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും. ശ്രീജ. ശരി. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ. അനീഷാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിക്കുന്നത് ഇതര സംസ്ഥാനക്കാരുടെ വൻ റാക്കറ്റ്. പിടിയിലായ സുഹൈലും അഹിന്ദ മണ്ഡലുമാണ് മുഖ്യ കണ്ണികൾ. നേരത്തെ പിടിയിലായ പോളിയിലെ പൂർവ്വ വിദ്യാർത്ഥി ഷാലിക്കിന് ഇതര സംസ്ഥാനക്കാരുമായി മുൻപും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി
ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, അതായത് ഇതൊരു വലിയ റാക്കറ്റ്, അതിൽ ഇതര സംസ്ഥാനക്കാരടക്കം ഉൾപ്പെടുന്ന ഒരു വലിയ റാക്കറ്റ്. ഇത് നിരന്തരമായി ഈ റാക്കറ്റിന്റെ പ്രവർത്തനം നടന്നിരുന്നു, ഇങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിക്കുന്നത് ഇതര സംസ്ഥാനക്കാരുടെ വൻ റാക്കറ്റാണ്. ഈ പിടിയിലായിട്ടുള്ള സുഹൈലും അഹിന്ദ മണ്ഡലുമാണ് ഇതിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിക്കുന്നതിനും ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിനുമുള്ള മുഖ്യ കണ്ണികൾ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തവരുടെ കൂട്ടാളിയാണ്. അതായത് ബംഗാൾ സ്വദേശി ദീപു മണ്ഡലാണ് 1.5 കിലോ കഞ്ചാവുമായി പിടിയിലായിരുന്നത്. ഈ സംഘത്തിലുള്ള മറ്റാളുകൾക്ക് വേണ്ടിയിട്ട് തിരച്ചിൽ തുടരുകയാണ്. നേരത്തെ അതായത് ഷാലിക്ക് കളമശ്ശേരി പോളി ലഹരി കേസിൽ പിടിയിലായിരുന്ന ഷാലിക്കിന് മുൻപും ഇതര സംസ്ഥാനക്കാരുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീജ, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ആജ്ഞ, ഈ ആലുവയിൽ KSRTC സ്റ്റാൻഡിലെ ശുചിമുറിക്കുള്ളിലെ ലഹരി ഉപയോഗത്തിന്റെ ചില തെളിവുകൾ കിട്ടിയെന്നറിയുന്നു. സിറിഞ്ചും അങ്ങനെയുള്ള ചില സാധനങ്ങളുമൊക്കെ കണ്ടെത്തിയെന്നറിയുന്നു. അതായത് ഈ ആലുവ KSRTC സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ലഹരി ഉപഭോഗം നടക്കുന്നുണ്ടെന്നാണോ? ഇപ്പോൾ നഗരത്തിലാകമാനം ലഹരിയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ശക്തമാക്കിയതിനെ തുടർന്നാകും പക്ഷേ ശുചിമുറികളിലേക്ക് ഈ ലഹരി ഉപയോഗത്തിനുള്ള കേന്ദ്രമായി മാറിയതെന്നാണ് പോലീസ് അതിന്റെ അനുമാനം. അങ്ങനെയാണ്. ആലുവ KSRTC ബസ് സ്റ്റാൻഡിന്റെ ശുചിമുറിക്കുള്ളിൽ നിന്നാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള ലഹരി ഉപയോഗിച്ചതിനു ശേഷം കളഞ്ഞിട്ടുള്ള സിറിഞ്ചും മറ്റു ആയുധ വസ്തുക്കളും കണ്ടെത്തിയിട്ടുള്ളത്. ഇത് സാധാരണയായി ഇത്തരം ശുചിമുറി ആവശ്യങ്ങൾക്ക് മാത്രമായി ആളുകൾ കയറി പോകുന്നതല്ലാതെ അതിലൊരു റിപ്പയർ സംവിധാനം അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മാത്രമാണ് ജീവനക്കാരോ ഒക്കെ അവിടെ എത്തുക. അപ്പൊ ഇതൊരു ഫ്ലഷ് ടാങ്കിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇതെല്ലാം കണ്ടെത്തിയിരുന്നത്. ഒന്നും രണ്ടുമല്ല, നിരവധി ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സിറിഞ്ച് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗിച്ച ശേഷം കളഞ്ഞിട്ടുള്ള അനുബന്ധ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഫ്ലഷ് ടാങ്ക് കംപ്ലൈന്റ് ആയതിനെ തുടർന്ന് അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ജീവനക്കാർ അതിൽ കയറിയപ്പോഴാണ് ഇത്തരത്തിൽ വലിയ അളവിൽ ഈ ഉപയോഗിച്ച ശേഷം കളഞ്ഞിട്ടുള്ള വസ്തുക്കൾ കണ്ടെത്തിയത്. അത് ഈ പോലീസിന്റെ അനുമാനം ഇങ്ങനെയാണ്. ഇപ്പോൾ ജില്ലയിലാകമാനം വലിയ പരിശോധനകൾ നടക്കുന്നുണ്ട്. രാത്രിയും പകലുമെന്നില്ലാതെ വലിയ പരിശോധനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു പ്രൈവസിയുടെ പ്രശ്നം വന്നപ്പോഴായിരിക്കും ഒരുപക്ഷെ ശുചിമുറികളിലേക്ക് കേന്ദ്രീകരിച്ച് ഇത്തരം ലഹരി ഉപയോഗിക്കാനുള്ള ഇടമായിട്ട് ശുചിമുറികളിൽ മാറിയത്. അതല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചത് അങ്ങനെ ആയിരിക്കാമെന്നാണ് പോലീസ് അനുമാനം. ശ്രീജ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എമ്പുരാൻ ചിത്രത്തിന്റെ ട്രെയിലർ ചോർന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:08 ട്രെയിലർ റിലീസ് ചെയ്യാനിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ രാത്രി ട്രെയിലർ ചോർന്നത്. പിന്നാലെ ട്രെയിലർ ഔദ്യോഗികമായി അണിയറ പ്രവർത്തകർ തന്നെ പുറത്തിറക്കി. ട്രെയിലറിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈക്ക പ്രൊഡക്ഷൻസിന്റെയും സുഭാസ്കറിന്റെയും പേര് ഒഴിവാക്കിയിട്ടില്ല എന്നതാണ്. വിവരങ്ങളുമായി MS ഹരികൃഷ്ണൻ. ഹരി, ഇന്ന് ഉച്ചയ്ക്കാണ് എല്ലാവരും കാത്തിരുന്നത്, ട്രെയിലർ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നത്. പക്ഷേ നേരത്തെ ആടുജീവിതത്തിന്റെ സമയത്താണെന്ന് തോന്നുന്നു ഇങ്ങനെ സമാനമായ രീതിയിൽ സംഭവിച്ചത്. ഇതിപ്പോൾ അർദ്ധരാത്രിയിൽ തൊട്ട് പിന്നാലെ ഔദ്യോഗികമായി അവർ തന്നെ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എങ്ങനെ ചോർന്നു എന്നാണ് പറയുന്നത്? ഒരു ഡീകോഡിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്, എവിടെ നിന്ന് എങ്ങനെയെന്ന്? ശ്രീജ, ഈ ആടുജീവിതത്തിന്റെ ട്രെയിലറും ഇതുപോലെ തന്നെ ചോർന്നതാണ്. പക്ഷെ അത് ആടുജീവിതത്തിന്റെ മുഴുവൻ ആ ട്രെയിലറിന്റെ ഫുൾ ട്രെയിലർ ആയിരുന്നു തോന്നുന്നത്. പക്ഷെ എംബ്രാനിലേക്ക് വരുമ്പോഴേക്കും ചില ഭാഗങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വന്നത്, റിലീസ് ഔദ്യോഗികമായി പുറത്തു വരുന്നതിന് മുന്നേ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. മാത്രമല്ല, ഇത് എങ്ങനെയാണ് ചോർന്നതെന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. പക്ഷെ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണോ അല്ലെങ്കിൽ അൺലിസ്റ്റ് ചെയ്യുന്നതാണോ അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും വെറുതെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കൊണ്ടിരുന്നവർക്കും ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് തന്നെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വരുന്നതാണ്. അപ്പൊ അതിന്റെ ഞെട്ടലിൽ രാത്രി 12:30 തന്നെ ഇത് കണ്ട് കയറിയ ആളുകളുമുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. കാരണം ഇന്ന് ഉച്ചയ്ക്ക് 1:08 ട്രെയിലർ പുറത്തു വരുന്നതാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ എത്തി. കാരണം അത് ലീക്ക് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ പലരിലേക്കും ആ ട്രെയിലറിന്റെ ഭാഗങ്ങൾ എത്തിയതോടുകൂടി തന്നെ ഔദ്യോഗികമായി അത് പുറത്തിറക്കണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കിടന്ന് കറങ്ങി നടക്കുമെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അണിയർ പ്രവർത്തകർ അത് പുറത്തേക്ക് വിടുകയായിരുന്നു. അതിൽ പൃഥ്വിരാജ് പറയുന്നത് പോലെ തന്നെ നിങ്ങളാണ് ചെകുത്താനെ ഈ മണിക്കൂറേക്ക് പുറത്തുവിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രോഷാകുലനായി തന്നെയാണ്
അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ട്രെയിലറും ഔദ്യോഗികമായി പുറത്തുവിട്ടത്. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ പേര് ഇപ്പോഴും അവർ ട്രെയിലറിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ പലിശയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അവർ മുടക്കിയ തുകയുടെ പലിശ സഹിതം തിരിച്ചു കിട്ടണം എന്നുള്ള ലൈക്ക പ്രൊഡക്ഷൻസിന്റെ വാദവും ഇപ്പോഴും നിർമ്മാണവുമായിട്ട് തർക്കത്തിൽ നിൽക്കുകയാണ് എന്നുള്ളത് വേണം ഈ ട്രെയിലറിന്റെ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ. ഇപ്പോഴും അതൊരു ചർച്ചയിലേക്ക്, ഇതൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഏറ്റവും ഒടുവിൽ ഈ സിനിമ ഏറ്റെടുത്ത ശ്രീ ഗോകുലം മൂവീസിന്റെ ചെയർമാനായ ഗോകുലം ഗോപാലൻ പോലും പറഞ്ഞിരുന്നത് ലൈക്ക പൂർണ്ണമായും ഇതിൽ നിന്നും പിന്മാറി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ വാക്കുകൾ കണക്കിലെടുക്കുകയാണെങ്കിൽ പോലും ലൈക്കയുടെ പേര് ഈ ട്രെയിലറിൽ വരേണ്ട ആവശ്യവുമില്ല. പക്ഷേ ഇപ്പോഴും ലൈക്കയും സുഭാസ്കരനും ഈ ട്രെയിലറിൽ ഇടം പിടിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് പേജിലാണ് ഈ മലയാളം ട്രെയിലർ പുറത്തു വന്നത്. ഏകദേശം 9 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ 25 ലക്ഷത്തോളം ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:08 തീരുമാനിച്ചിരുന്ന ട്രെയിലർ ഇനിയും അതിലേക്ക് എത്താൻ 3 മണിക്കൂറുണ്ട്. അതിനു മുമ്പ് തന്നെ 25 ലക്ഷം ആളുകൾ ഇത് കാണുമ്പോഴേക്കും വരാൻ പോകുന്നത്. മാത്രമല്ല ഇന്ന് ലൂസിഫറിന്റെ റീ റിലീസും കൂടിയാണ്. എമ്പുരാൻ കാണാൻ പോകുന്ന പ്രേക്ഷകർക്ക് മുന്നേ, ഒരാഴ്ചത്തേക്ക് മുന്നേ തന്നെ ലൂസിഫർ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. ഒരിക്കൽ കൂടി ഖുറേഷിയും സ്റ്റീഫൻ എബ്രഹാമിനെയൊക്കെ തിയേറ്ററിൽ നിന്ന് കാണാൻ കഴിയാൻ വേണ്ടിയിട്ട് ഒരു അവസരം അവർ ഒരുക്കുന്നതും കൂടിയാണ്. അപ്പോൾ ഇന്ന് ലൂസിഫർ റീ റിലീസും കൂടി എത്തുന്നുമുണ്ട്. അപ്പോൾ ആ ലൂസിഫർ റീ റിലീസിന്റെ ട്രെയിലർ സിനിമയുടെ ഇന്റർവെൽ സമയത്ത് വീണ്ടും ഈ എമ്പുരാന്റെ ട്രെയിലർ സ്ക്രീൻ ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാൻ. ഇന്ന് ലൂസിഫർ റീ റിലീസ് ചെയ്യുമ്പോഴേക്കും 1:08 ട്രെയിലർ യൂട്യൂബിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ തിയേറ്ററിലുള്ള പ്രേക്ഷകർക്ക് ഇന്റർവെൽ സമയത്ത് എമ്പുരാൻ ആദ്യം വിറ്റ്നസ് ചെയ്യാമെന്നുള്ളതൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷെ അതെല്ലാം തകിടം മറിയുന്ന രീതിയിലേക്കാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ ഇത് ലീക്ക് ചെയ്യപ്പെടുകയും പിന്നാലെ ഇത് ഔദ്യോഗികമായി റിലീസ് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. ശ്രീജ, എന്തായാലും ഈ സ്റ്റീഫൻ നെടുമ്പള്ളിയെ സംബന്ധിച്ച് എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ ഇന്നലെ വളരെ ദുരൂഹമായിട്ടാണ് രാത്രി ഇങ്ങനെ ഒരു ട്രെയിലർ ചോർച്ച ഉണ്ടാകുന്നത്. തൊട്ടു പിന്നാലെ പൃഥ്വിരാജിന്റെ അപ്ഡേറ്റ് വരുന്നത് നിങ്ങളാണ് ഈ നേരത്തെ ഇത് ചെയ്യിപ്പിക്കുന്നത് എന്നതായിരുന്നു. എന്തായാലും ട്രെയിലർ ഹിറ്റാണ്, സൂപ്പർ ഹിറ്റാണ്. ഇപ്പോഴേക്കും തന്നെ ഇത്രയധികം ആളുകൾ കണ്ടു കഴിഞ്ഞു. അടുത്ത വ്യാഴാഴ്ച ഇതേ സമയത്ത് നമുക്ക് എങ്ങനെയുണ്ട് എമ്പുരാൻ എന്ന് പരസ്പരം ചോദിച്ചറിയാവുന്ന കാഴ്ച വരും. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും രാവിലെ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും നാളെ കാണാം. ഇനി ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ, അതിൻ്റെ വിശകലനങ്ങൾ ഒക്കെയായി ന്യൂസ് 10 അപർണ കുറുപ്പ് ചേരും.